ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ റമദാനിന് മുമ്പായിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മുടെ കുട്ടി ഒരു ചെറിയ ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് വേണമെങ്കിൽ പറയാം. 2 ദിവസം മുമ്പ് തൊട്ടടുത്ത വീട്ടിൽ ഇലയിൽ ഭക്ഷണം കഴിക്കാൻ ഒരു കുട്ടി ഇല പറിച്ചിട്ട് പോകണ കണ്ടു. അപ്പം തൊട്ട് അവൻ പറഞ്ഞു, എനിക്ക് വാഴ ഇലയിൽ ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അവൻ ചോദിച്ചത് നമ്മൾ വീട്ടിൽ വയ്ക്കുന്ന ചോറ് തന്നെയാണ്. പക്ഷെ ആ ദിവസം നമ്മൾ ചോറ് രസമായിരുന്നു. സോ അതുകൊണ്ട് അതെങ്ങനെയാണ് ഇലയിൽ കൊടുക്കുക? അപ്പോൾ അവൻ്റെ ആഗ്രഹമല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്ന് എംടി ബിരിയാണിയും അതോടൊപ്പം കോളിഫ്ലവർ ഫ്രൈയും പിന്നെ മുട്ട വേവിച്ചതും സലാഡൊക്കെ കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മുട്ടയൊക്കെ ഒന്ന് കഴുകിയിട്ട് വേവിക്കാനായിട്ട് വയ്ക്കുന്നുണ്ട്. കാലത്ത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി കഴിഞ്ഞിട്ട് ഞാനും മോനും കൂടി പോയിട്ട് കടയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നായിരുന്നു. അതോടൊപ്പം ഞാൻ കോളിഫ്ലവറും കൂടി കഴുകിയിട്ട് ഒന്ന് തിളപ്പിക്കാനായിട്ട് വയ്ക്കുന്നുണ്ട്. നമ്മളൊരു മീഡിയം വേവ് ആവട്ടെ എന്ന് പറഞ്ഞിട്ട് വയ്ക്കുന്നുണ്ട്. പിന്നെ അതിലെന്തെങ്കിലും മണുക്കളുണ്ടെങ്കിൽ എല്ലാം നശിച്ചു പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാറ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ തക്കാളിയും ഉള്ളിയും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ എല്ലാത്തിലും ഷേപ്പ് പെർഫെക്റ്റ് ആണെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ഏതോന്ന് പറഞ്ഞിട്ട് ഒരു സാധനവും ഞാൻ കട്ട് ചെയ്യാറില്ല. എല്ലാം ഈക്വലി കാണാനും ഭംഗിയായിട്ടാണ് ഞാൻ എപ്പോഴും എല്ലാ കാര്യങ്ങളും ചെയ്യാറ്. അപ്പോൾ ഓരോരോ സാധനവും അതനുസരിച്ചിട്ടാണ് കട്ട് ചെയ്യുക. അപ്പോൾ തക്കാളി ആണെങ്കിലും ശരി, ഉള്ളിയാണെങ്കിലും ശരി, കട്ടിങ്ങിൽ പോലും ഒരു വ്യത്യാസം വരാൻ പാടില്ല എന്ന് എനിക്ക് നിർബന്ധമാണ്. സോ അപ്പോൾ ആദ്യം തന്നെ അതൊക്കെ ഒന്ന് വേഗം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ബിരിയാണി പ്രോസസ്സിലേക്ക് കിടക്കാം. മോൾ ഉറങ്ങുന്നുണ്ട്. സോ മോൾ എണീക്കുന്നതിനുള്ളിൽ വെച്ച് തീർക്കണം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. സോ 10 മണിക്ക് ഞാൻ കിച്ചണിൽ കയറി 11 മണിൻ്റെ ഉള്ളിൽ എല്ലാ പണിയും അവസാനിച്ചു. അപ്പോൾ അതനുസരിച്ചിട്ട് എല്ലാം പെട്ടെന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോളിഫ്ലവർ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അത് ഒന്നും കൂടി പച്ചവെള്ളത്തിൽ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഡ്രെയിൻ ചെയ്ത് എടുക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് മസാലക്കൂട്ട് റെഡിയാക്കിയെന്ന് വെച്ചാൽ അതിലേക്ക് അത്യാവശ്യം ഉപ്പും മുളകൊക്കെ പിടിച്ചോളൂ. സോ നോർമലി നമ്മൾ ചില്ലി ചിക്കനിന് ചെയ്യുന്ന മസാലകൾ മാത്രം ഞാൻ അതിലിടാറുള്ളൂ. നല്ല ഫ്രൈ ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണമല്ലോ. മോൻക്ക് കോളിഫ്ലവർ എന്ന് വെച്ചാൽ ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് എല്ലാം ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഞാൻ ബിരിയാണിയുടെ ബാക്കി കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാം ചെയ്ത് പെർഫെക്റ്റ് ആയതിനു ശേഷം മാത്രം ഞാൻ കുക്കിങ്ങിലോട്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അല്ലാതെ കുക്കിങ് ഒരു വഴിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഒരു വഴിക്ക് എപ്പോഴും ചെയ്യാറില്ല. പെർഫെക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ എല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷം അരി പോലും വെള്ളത്തിലിട്ടിട്ട് മാത്രം ഞാൻ കുക്കിങ്ങിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുക്കിങ്ങിൻ്റെ പരിപാടി ഇനി പതിയെ തുടങ്ങുകയാണ് കേട്ടോ. നോർമലി ബിരിയാണി വെക്കണ പോലെ തന്നെ നോൺ വെജ് ഇട്ടിട്ടില്ല എന്ന് മാത്രമേ ഇതിൽ വ്യത്യാസം ഉണ്ടാവുള്ളൂ. പക്ഷേ ബിരിയാണി ആ വ്യത്യാസം അറിയാൻ പാടില്ല. എംടി ആണെങ്കിൽ പോലും പീസില്ലാത്ത ബിരിയാണി ആണെങ്കിലും അതിൻ്റെ ടേസ്റ്റിൽ ഒരു മാറ്റവും വരാൻ പാടില്ല. അതുകൊണ്ട് എല്ലാം നോക്കിയും കണ്ടും പെർഫെക്റ്റായിട്ട് ചെയ്തു. അതുപോലെ പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടുകയും ചെയ്തു. ഏകദേശം ബിരിയാണി ഇവിടെ റെഡി ആവാറായിട്ടുണ്ട്. ലെമണും കൂടി ഒഴിച്ച് കൊടുത്ത് ഇനി ഇതിൻ്റെ ദമ്മിടണ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ അരിയും വെള്ളവും ഈക്വലായിട്ട് കാണും. അതനുസരിച്ചിട്ടാണ് ഞാൻ ദമ്മിങ്ങിലോട്ട് പോവാറ്. പെർഫെക്റ്റായിട്ട് വേവ് കിട്ടണമെന്നുണ്ടെങ്കിൽ അരിയുടെയും വെള്ളത്തിൻ്റെ അളവ് ഈക്വലായി വരുന്ന സമയം ഞാൻ ദമ്മിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വേഗം തന്നെ മുട്ടയൊക്കെ ഒന്ന് തൊലിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ മുട്ട വെറുതെ പുഴുങ്ങി വെക്കാമെന്നാണ് പ്ലാൻ ചെയ്ത്. പക്ഷെ വേണ്ട, ചെറിയൊരു മസാല ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് വേവിച്ച മുട്ടയിൽ ചെറിയ കട്ടൊക്കെ കൊടുക്കും. നമ്മുടെ മുട്ട ചെറുതായിട്ടൊന്ന് കീറി കൊടുക്കുക. മസാലയൊക്കെ നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണം. ഒത്തിരി മസാല ഒന്നും ഉണ്ടാക്കുന്നില്ല. ജസ്റ്റ് മുട്ടയിലൊന്ന് പ്ലെയിനായിട്ട് കിടക്കണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറുതായിട്ട് ഒരു ഉള്ളിയും ഒരു തക്കാളിയും മാത്രം ഇട്ടിട്ടാണ് മസാല ഉണ്ടാക്കുന്നത്. അതിലത്തെ ഉള്ളിയൊന്നും നമ്മളിപ്പോൾ കഴിക്കുന്നില്ല. മോനൊക്കെ ആണെങ്കിൽ ഉള്ളിയൊന്നും കഴിക്കാത്ത ആളാണ് പ്രത്യേകിച്ച്.
സോ ജസ്റ്റ് ഒരു മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ നോർമലി മല്ലിപ്പൊടിയും മുളക് പൊടിയും ഗരം മസാല ഒക്കെ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു എന്ന് മാത്രം. അപ്പോൾ നമ്മുടെ സംഭവങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ദമ്മ് പൊട്ടിക്കൽ ചടങ്ങിലേക്ക് കിടക്കാം. അരി പെർഫെക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. നമ്മൾ നോർമലി നോൺ വെജ് ആഡ് ചെയ്യാത്തത് കൊണ്ട് 1 ഗ്ലാസ് അരിക്ക് ഞാൻ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. സോ അരിയൊക്കെ പെർഫെക്റ്റായിട്ട് വെന്ത് വന്നു. ഇനി നമുക്ക് അവസാന പ്രോസസ്സായ ഫ്രൈയും കൂടി ഒന്ന് ചില്ലി ഗോപിയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കിച്ചണിലുള്ള ബാക്കി പരിപാടികളും കൂടി തീർക്കുന്നുണ്ട്. അപ്പോൾ വേഗം തന്നെ എല്ലാം റെഡിയായ മോൻക്ക് ഫുഡ് കൊടുക്കാമല്ലോ. അപ്പോൾ ഏകദേശം എല്ലാ പണിയും കൂടി കഴിയട്ടെ. അപ്പോൾ ഞാനത് ഒരു പ്രാവശ്യം എടുത്തിട്ട് 2ാം പ്രാവശ്യം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് വെന്ത് വന്ന് കഴിഞ്ഞാൽ അപ്പോൾ നമുക്കിനി നമ്മുടെ ബാലൻസ് വർക്കും കൂടി കഴിഞ്ഞും കണ്ട് ക്ലീനിങ്ങും തുടയ്ക്കുന്ന പരിപാടിയൊക്കെ തീർത്ത് വെച്ചു എന്ന് വെച്ചാൽ ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കി സെറ്റാക്കി എടുക്കാമല്ലോ. അപ്പോൾ അതാ നമ്മുടെ കോളിഫ്ലവർ ചില്ലിയും കൂടി എല്ലാം പെർഫെക്റ്റായി റെഡി ആയിട്ടുണ്ട്. ഇടയിൽ കൂടി ഒരാൾ കൈയിട്ട് വരാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊക്കെ കുറച്ച് ഫുഡ് ഹോട്ട് ബോക്സിലാക്കിയിട്ട് പെങ്ങൾക്ക് കൊണ്ടുപോയിട്ട് കൊടുക്കാനായിട്ടെല്ലാം പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അവൾക്ക് വയ്യ, അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വിളിച്ചില്ല മോളുള്ളതുകൊണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് ഫുഡ് കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞതാ ഒരാൾ വിശക്കണേന്ന് പറഞ്ഞിട്ട് 12 മണിയായപ്പോൾ തുടങ്ങി. സോ അവൻ്റെ ആഗ്രഹം പോലെ ഇലയൊക്കെ ഇട്ട് കൊടുത്തു. അവൻ ആദ്യം ചെറിയ ഇലയിൽ പോയിരുന്നിട്ട് അവസാനം വലിയ ഇലയ്ക്ക് തന്നെ ഷിഫ്റ്റായി. ഏതോ അവൻ്റെ താല്പര്യം പോലെ ഏതിനെങ്കിലും ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ട് പിന്നെ നമ്മൾ അവൻ്റെ ആഗ്രഹം പോലെ എല്ലാ ഇലയിൽ വിളമ്പി കൊടുത്തിട്ട് അവനക്ക് ഫുഡ് കൊടുത്തു. അവൻ തൃപ്തിയായിട്ട് കഴിച്ചിട്ട് ഓക്കെ എന്ന് പറഞ്ഞു എന്നെക്കൊണ്ട്. കൊച്ചുങ്ങൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മളെക്കൊണ്ട് പറ്റുകയാണെങ്കിൽ നമ്മളത് സാധിച്ചു കൊടുക്കണ്ടേ. ഇതൊക്കെ ചെറിയ ആഗ്രഹമല്ലേ. പിന്നെ നോമ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ അപ്പം നോമ്പിന് മുമ്പായിട്ട് അവൻ്റെ ഒരു ആഗ്രഹം പൂർത്തീകരിച്ചു എന്നുള്ളൊരു സമാധാനം. അപ്പോൾ ഇനി നമുക്ക് സമാധാനത്തിൽ നോമ്പ് തുടങ്ങാമല്ലോ. നോമ്പ് കാലം ആയിക്കഴിഞ്ഞാൽ മാക്സിമം അങ്ങനത്തെ ഫുഡൊന്നും ഉണ്ടാക്കാറില്ല. സോ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.